ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നേ, കറണ്ട് ജോബ് നിങ്ങൾക്ക് എങ്ങനെയാണ്, നല്ലതാണോ? നിങ്ങൾ കറണ്ട് ജോബിൽ എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു? നല്ല ജോബാണോ? നല്ല ജോബ് നിങ്ങൾക്ക് എങ്ങനെ നന്നായിരിക്കുന്നു? നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? കറണ്ട് ജോബ് നിലനിർത്തണോ അതോ വേറെ ജോബ് നോക്കണോ എന്നൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. പ്ലീസ് ടൈപ്പ് മീ യൂണിവേഴ്സ്, പ്ലീസ് ടൈപ്പ് മീ യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, പ്ലീസ് ടൈപ്പ് മീ 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 യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, കറണ്ട് ജോബ് നല്ലതാണോ? ദ ടവർ, കറണ്ട് ജോബ്, ദ ടവർ വന്നു ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് ഫൈവ് ഓഫ് വാൻഡ്സ്, പിന്നീട് ഏസ് ഓഫ് കപ്സ്, ദ ഹൈ പ്രീസ്റ്റസ്, eight of swords, king of swords. ഇപ്പോൾ നമുക്ക് കാർഡിൻ്റെ കാർഡ് എന്താണ് യൂണിവേഴ്സ് കാർഡിലൂടെ പറയുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം വന്നത് നമുക്ക് ടവറാണ്. ദ ടവർ, ഈ ടവറാണ് നമുക്ക് വന്നത്. ടവർ ഒരു ഉയർച്ചയ്ക്ക് മുമ്പുള്ളൊരു തകർച്ച, അതാണ് കാണിക്കുന്നത്. ഒരു പതനം ഒക്കെയാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്ന ജോബ് നിങ്ങൾക്ക് അത്ര ഒരു ബെനഫിഷ്യൽ അല്ല എന്നുള്ളതും. പിന്നെ വന്ന കാർഡ് നമുക്ക് ഫൈവ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ ഒരുപാട് പേരുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നല്ലതും അല്ല, നിങ്ങൾ സ്ട്രഗിളിങ്ങിലുമാണ്. പിന്നെ വന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ്, നിങ്ങൾ പുതിയൊരു തുടക്കം ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പലരുടെയും ഇതിൽ നിങ്ങൾ കണ്ണ് കെട്ടി നിങ്ങൾ അതിൽ ബന്ധനസ്ഥനായിരിക്കുകയാണ്. നിങ്ങൾ അതിൽ നിന്ന് മാറാനൊക്കെ ശ്രമിക്കുന്നു, ബന്ധനസ്ഥനായിരിക്കുകയാണ് ഇപ്പോൾ ഉള്ള ജോബിൽ. വേറെയൊക്കെ അന്വേഷിച്ചിട്ടും. പിന്നെ നമുക്ക് വന്ന് ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ മേജർ ആർക്കാന കാർഡാണ്. ഇത് ആത്മീയമായ ഒരു അറിവാണ്. ദ ഹൈ പ്രീസ്റ്റസ്, നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം കൂടെയുണ്ട്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഉള്ള ജോബ് നിങ്ങൾക്ക് അത്ര ഒരു നല്ല ജോബല്ല, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ജോബാണ്. നിങ്ങൾക്ക് നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ കുതിച്ചു പായുന്ന ഒരു ആണ്, വാളുമായിട്ട് മുന്നേറുന്നത്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്ട്രഗിളിങ്ങിൽ നിന്നും ഇപ്പോഴുള്ള ആ കറണ്ട് സിറ്റുവേഷനായ ജോബിൽ നിന്നും നിങ്ങൾ മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോഡ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അത് ഹൈ പ്രീസ്റ്റസ്, ഒരു മാതൃസ്നേഹമാണ്. അതിപ്പം വെള്ളാങ്കണ്ണി മാതാവാം, അത് ഓരോരുത്തരുടെ മഹാലക്ഷ്മി ആകാം. ഇത് ഓരോരുത്തരെയും കാസ്റ്റ് അനുസരിച്ച് റിലേറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അമ്മയുടെ പ്രാർത്ഥനയാവാം, ഭാര്യയുടെ പ്രാർത്ഥനയാകാം, മക്കളുടെ പെൺമക്കളുടെ പ്രാർത്ഥനയാകാം. അത് അങ്ങനെ റിലേറ്റ് ചെയ്ത് അവരുടെ ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടിൽ നിന്നും, ഈ സ്ട്രഗിളിൽ നിന്നും, ഈ തകർച്ചയിൽ നിന്നും, ഇപ്പോഴുള്ള ജോബിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെയും നിങ്ങളുടെ അമ്മയുടെയും വീട്ടിലുള്ള സ്ത്രീകളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയോട് മുന്നോട്ട് പോകും എന്നതാണ് നൈറ്റ് ഓഫ് സോഡ് കാണിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് ആണ് ലാസ്റ്റ് വരുന്നത്, നെഗറ്റീവ് ആണെങ്കിൽ തന്നെയും അത് പോസിറ്റീവായി മാറും. അതിപ്പോഴുള്ള എനർജി തന്നെ പോസിറ്റീവായി മാറുന്നതായിരിക്കും. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുത്താൽ മതി. ജനറൽ റീഡിംഗ് ആണ്. റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. റെക്കി ഹീലിംഗും ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ജോബ് കിട്ടാനും, കിട്ടിയ ജോബ് നല്ല രീതിയിൽ സ്ട്രഗിളിംഗ് ഒന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പ്രാർത്ഥിക്കാം. യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. താങ്ക് യു യൂണിവേഴ്സ്.
താങ്ക് യു ഗോഡ് പറയുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ മറ്റുള്ളവരിൽ എത്തുമ്പോൾ അവർക്കും ഒരു ആശ്വാസമാകും. ഈ റീഡിങ് നിങ്ങളും ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് തുല്യമാണ്. പ്ലീസ് സപ്പോർട്ട്, പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.